നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അരിപ്പൂ ചെടിയാണ്. അരിപ്പൂ, കൊങ്ങിണിപ്പൂ, കാട്ടുചീണ്ട, വേളിപ്പെരുത്തി എന്നൊക്കെയാണ് ഇതിനെ നാട്ടിൻ പ്രദേശങ്ങളിൽ വിളിക്കാറുള്ളത്. വെർബനേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ലെൻറ്റേന ക്യാമറ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ചതുരംഗി എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അമേരിക്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ട ചെടിയാണ് അരിപ്പൂ. ഡെക്കൻ, പശ്ചിമ ഡെക്കാൻ, കൂർഗ് എന്നീ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി വളരുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വേലിച്ചെടിയായിട്ടും ഇത് വളർന്നു പിടിക്കാറുണ്ട്. ഇതിൻ്റെ പൂക്കൾ പാടലവർണ്ണങ്ങളിലും വെള്ള, ചുവപ്പ്, ഓറഞ്ച് എന്നീ നിറങ്ങളിലും കാണാൻ സാധിക്കും. ഏകദേശം ഒരു 4 മീറ്റർ വരെ ഉയരത്തിൽ വരുന്ന ഒരു വേലിച്ചെടിയാണ് അരിപ്പൂ. ഇതിൻ്റെ ഇലകൾക്ക് 7 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമാണുള്ളത്. പൂവിൻ്റെ തണ്ടിന് നല്ല നീളമുണ്ടാകും. അത് പൂക്കൾ ഛത്രാകാരത്തിലാണ് വിന്യസിച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലം വളരെ കറുത്ത നിറത്തിലുള്ള മിനുസമാർന്നതിൻ്റെ ഫലം ഭക്ഷ്യയോഗ്യമാണ്. ഇത് കത്തിച്ചിട്ടുള്ള ചാരത്തിൽ പൊട്ടാഷ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇല വളരെ ലഘുവാണ്. ഇത് ഞെരടിക്കഴിഞ്ഞാൽ ഒരു ദുർഗന്ധമുള്ള മണവും ഉണ്ടാകും. ഇലയിൽ വിഷാംശമുള്ളതുകൊണ്ട് കാലികൾ ഇത് ഭക്ഷിക്കുവാൻ ഉപയോഗിക്കാറില്ല. ഇളം പ്രായത്തിൽ ഇതിൻ്റെ തണ്ടിന് പച്ച കലർന്ന വെള്ള നിറവും അത് മൂത്തു വരുമ്പോൾ ഒരു തവിട്ട് നിറവുമാണ് ഇതിൻ്റെ തണ്ടിനുണ്ടാവുക. ഇതിൽ സെക്യൂടെർപ്പിൻ, ട്രൈടെർപ്പിനോയിഡ്, ലെൻറ്റഡൈൻ എ എന്നീ രാസഘടകങ്ങളാണ് ഇതിൻ്റെ ഇലയിലും പൂവിലും അടങ്ങിയിരിക്കുന്നത്. ചുവന്ന പൂവാണ് ഔഷധക്കൂട്ടിനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ വേര്, സമൂലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഇല വേദന ഇല്ലാതാക്കുവാനും മുറിവുണക്കുവാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ വിരയ്ക്ക് ഉത്തമമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ ഇന്ന് എന്നെ കണ്ടാൽ എന്തോ തോന്നും കൊങ്ങിണിപ്പൂവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഈ കൊന്നപ്പൂവും കിങ്ങിണിപ്പൂവും കൊങ്ങിണിപ്പൂവും ഒക്കെ ഒരേ വെറൈറ്റിയിൽ പെടുന്നതാണ് പറയാം. ഒന്നത് കാണാൻ ഭംഗിയുണ്ട്, മാത്രമല്ല അതിന് ഏറ്റവും ഒരു ഗുണമുള്ളത് വേദനാശമനാണ്. ഈ മുട്ടിലും മേലെയൊക്കെ വേദന ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ കഷായം വെച്ചാൽ കഷായം കൊണ്ട് ധാര ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമുള്ളത് ഈ മുറിയിൽ നിന്ന് രക്തം നിൽക്കാണ്ട് പോകുമ്പോൾ ഇതിൻ്റെ ഈ പൂവ് എടുത്തിട്ട് ഒരു കഷായം വെച്ചിട്ട് ഇങ്ങനെ ധാര ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പൂവ് തന്നെ അരച്ച് പാൾട്ടീസായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ രക്തം പോക്ക് അപ്പം നിൽക്കുക അവിടെ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങൾ. പിന്നെ ഒരു ഉപയോഗമുള്ളത് ഇതിട്ടിട്ട് എണ്ണ മൂപ്പിച്ചിട്ട് മേലെ തേച്ച് കഴിഞ്ഞാൽ ചെറിയ ചൊറിയൊക്കെ മാറും.